നിർധന രോഗികൾക്ക് ആശ്വാസമായി കൊച്ചിയിൽ സുലേഖ മൂസ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം എറണാകുളം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. സുലേഖ മൂസ ഫൗണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് ആമിൻ സേഠ് അധ്യക്ഷത വഹിച്ചു. ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനം അത് അനുദിനം കൂടുതൽ സാധാരണക്കാർക്ക് പ്രയോജനകരമായ പദ്ധതികളായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നെഫ്രോളജി പേഷ്യന്റ് വൃക്ക സംബന്ധമായ രോഗത്തിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഡയാലിസിസ് ചെയ്യുന്നത് അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ആ ഡയാലിസിസ് ചെയ്യുന്നത് ഒട്ടും ഒരു സൗകര്യപ്രദമായ ഒരു പ്രക്രിയ അല്ല. അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ആഴ്ചയിൽ 2 എന്നുള്ളത് ചിലപ്പോൾ 3 ആവും, 3 എന്നുള്ളത് കൂടുതലാകാം. അപ്പൊ അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് മെഷീനെ ആശ്രയിക്കുന്ന ഒരു രോഗി സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ സ്വയം പര്യാപ്തതയുള്ള ആളാണ് എങ്കിൽ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ, അയാൾ ഏറ്റവും ആദ്യം ഓപ്റ്റ് ചെയ്യുക ഒരു റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും. കൊച്ചിയിലെ മരക്കടവിലാണ് ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചത്. നിലവിൽ തണൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റുമായി സഹകരിച്ചാണ് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായി ദിവസവും 20 രോഗികൾ ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇതിനായി 6 ഡയാലിസിസ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ കൊച്ചി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ, ഫാദർ സിജു ജോസഫ് പാലിയത്തറ, VH ഷിഹാബുദ്ദീൻ, ഡോക്ടർ റസാഖ് സേഠ്, ഡോക്ടർ ഫിറോസ് അസീസ്, അബ്ദുൾ ബഷീർ, മുഹമ്മദ് ഷിറാസ്, ഫൗസിയ ബഷീർ, റിഷാദ് പറമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. ഉമ്മാടെ പേരിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുമ്പോൾ അത് നമ്മളതിന്റെ ഉദ്ദേശം കഴിയുന്നത്ര സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം എത്തിക്കാവുന്ന രീതിയിലാണ് അതിനുവേണ്ടിയാണ് ചെയ്തത്. അതിപ്പോ നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യപ്രകാരം പിന്നെ ഈ ഭാഗത്ത് കണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പി സെന്റർ കൂടി നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിനെല്ലാം ഞാൻ എന്റെ ഭാഗത്തുള്ളത് അറിയാലോ, നമ്മൾ കുറച്ച് ഫൈനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, പക്ഷെ ഇതിന്റെ പുറകിൽ നിൽക്കുന്ന കുറെ വ്യക്തിത്വങ്ങളുണ്ട്. അവരെയാണ് ഞാൻ ശരിക്കും ഈ സമയത്ത് ഓർക്കാനും പറയാൻ ആഗ്രഹിക്കുന്നത്. അത് എന്റെ കുടുംബത്തിനായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി, നമ്മൾ അറിയാത്തവരെ ഈ ആവശ്യം എന്ന് പറഞ്ഞപ്പോഴും പലരും വളരെ ഉത്സാഹത്തോടുകൂടി അതിന്റെ പുറകിൽ വന്ന് സപ്പോർട്ട് ചെയ്ത് ഇത് വിജയപ്രദം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് നല്ലൊരു നടത്തിക്കൊണ്ടുപോകാനുള്ള സമ്പൂർണ്ണ സപ്പോർട്ട് തന്നത് ഈ ഒരു നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന്. സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും സെന്ററിൽ പ്രവർത്തിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്സൺ റുബല്ലോ, ന്യൂസ് ടുഡേ, മട്ടാഞ്ചേരി.